മഞ്ഞൊക്കെ പെയ്ത് നല്ലൊരു അടിപൊളി ഒരു ക്ലൈമറ്റ് ആണ്. നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റ് ആണ്. സ്വപ്നങ്ങളൊക്കെ കാണാൻ പോയുള്ളൊരു വീടാണ്. സ്നോഫോളും ചുറ്റും മഞ്ഞുമലകളൊക്കെ നിറഞ്ഞൊരു വീട്. അപ്പൊ നമ്മൾ ഇന്നലെ ഇവിടെ താമസിച്ചു. നല്ല മനോഹരമായ ഒരു സ്പേസ് ആയിരുന്നു. ഇനി നമുക്ക് അടുത്തായിട്ട് ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇനി ഗോദാവരിക്ക് പോയി അവിടെയാണ് അടുത്ത സ്റ്റേ വരുന്നത്. ഇന്ന് വൈകിട്ട് അവിടെയാണ് സ്റ്റേ വരുന്നത്. അപ്പൊ അവിടെയാണെങ്കിൽ നല്ല സ്നോ ആക്ടിവിറ്റീസ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ നമുക്ക് അവിടേക്ക് പോകണം കേട്ടോ. അപ്പൊ ജോർജിയ ടൂറിന്റെ 5ാമത്തെ ദിവസത്തെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാൻ ഫാമിലി സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Within, here we go, but somehow I'm caught in the middle. Is this the end before we've even begun? Should I work against the flow, a drop in the ocean so endless, reaching for our moments miles above? I just need one. Diving in to all this endless space, falling stars, but still I see you. Sweet escape, a lovely start, but letting go's the hardest part. Swimming in this deep, deep blue. Hold my breath, looking up. Life moves in waves that keeps changing. Catch a glimpse of what was you and me. It's gone again. Sinking in, back on the shore. One foot in front of the other. Close my eyes and feel you hold my hand just like you used to back then. These hopes dance high like sparks before they go out. But in that second, you're still mine. Diving in to all this endless space. സ്ട്രോബെറി ജാം ഹോം മെയ്ഡ് ആണ്. നമ്മളിപ്പോ ഇവിടെ ഹോം സ്റ്റേ ആണല്ലോ ഹട്ട്. തൊട്ടപ്പുറത്ത് ജോർജിയൻകാരുടെ വീടുണ്ട്. അവര് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നത്. അപ്പൊ പിന്നെ ഒരു മുട്ട ഓംലെറ്റും ഇങ്ങനെ വെക്കുക, ഇത് കഴിക്കുക. സൂപ്പർ ഫുഡ്. പിന്നെ ചായയൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാക്കി കുടിക്കാം. അല്ലാണ്ട് ഫുള്ള് സ്നോ ആണ് കേട്ടോ വണ്ടിയിൽ. ലൈറ്റൊക്കെ നോക്കി മൊത്തം അതിൻ്റെ ഉള്ളിൽ സ്നോ കയറിയിരിക്കട്ടെ. നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ നമുക്ക്? ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടി. നമ്മള് ഹട്ടിന്ന് വിട പറയുകയാണ്. ഇവിടെ ചുറ്റും മഞ്ഞുമലകളിലും നിറഞ്ഞ ഒരു സ്നോഫോളും എല്ലാം ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. നല്ല രസമായിരുന്നു ഇവിടെ താമസിക്കാൻ. നമ്മുടെ സ്വപ്നങ്ങളിലുള്ള ഒരു വീട് എന്ന് പറയുന്നത് അതാണ് ഈ വീട്. നമ്മൾ ഇവിടുന്ന് വിട പറഞ്ഞ് ഗുദാവരിയിലേക്ക് പോവാണ്. ഇപ്പോൾ സ്നോഫോൾ മഞ്ഞുകാല കാഴ്ചകൾ കാണാം. സ്നോയിൽ നമുക്ക് എങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാം. അപ്പൊ നമുക്ക് ഇനിയിപ്പോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ,
അപ്പൊ ഇന്ന് വണ്ടി ഓടിക്കാൻ പോകുന്നത് ഫുള്ള് മഞ്ഞിക്കോടെയാണ് വണ്ടി ഓടിക്കാൻ പോകുന്നത്. ഫുള്ള് സ്നോ ആണ്. എന്താണെന്ന് അറിയാം, നമുക്ക് നോക്കിയിട്ട് നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സ്നോ കൂടെ ഡ്രൈവ് ചെയ്യാന്നുള്ളത്. എന്തായാലും ഓടിച്ച് നോക്കാം. എന്താ നമ്മള് താമസിച്ച ഈ ഹട്ടിൽ നിന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. നമ്മള് നേരെ ഇവിടുത്തെ ഓണറായ ജോർജിയ അമ്മച്ചിട്ട് നമ്മള് ഒന്ന് പോയിട്ട് ഒരു കാര്യം ചോദിച്ചാണ്ട് നമ്മുടെ ട്രാൻസ്ലേറ്റർ വഴിയാണ് നമ്മൾ ചോദിച്ചത്. അവരുടെ വീട് അവരതിന് ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മളെ വെൽക്കം ചെയ്തിട്ടാ. നമ്മളവരെ വീട് കാണാൻ പോവാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ലോക്കൽ ജോർജിയക്കാരുടെ ഒരു വീട്ടിൽ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കയറി ചെന്നത് തന്നെ ഒരു കിച്ചൺ ഏരിയയിലാണ് വന്നത്. അത്യാവശ്യം നല്ലൊരു കിച്ചണും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് നേരെ പോയത് അവരുടെ ഡ്രോയിങ് റൂമിലാണ്. റൂമെല്ലാം നല്ല അടിപൊളി ഒരു റൂമായിരുന്നു കേട്ടോ. ഒരുപാട് കാർപ്പറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല സെറ്റായിട്ട് വെച്ചാണ് ഒരു റൂമായിരുന്നു. അമ്മച്ചിന്റെ ഒരു ഈർമാന്നാണ് കേട്ടോ. ഇംഗ്ലീഷ് എങ്ങനെ അറിയില്ല. ഓക്കെ അല്ല അമ്മച്ച അയ്യോ Me tortelo. Espana y antes. Okay. ഇനിയിപ്പോ നമ്മള് കാണാൻ പോകുന്നത് ഇവരെ വീട്ടിലെ അവരെ ബെഡ്റൂമാണ് കാണാൻ പോകുന്നത്. അപ്പൊ നമ്മള് നേരെ ആ ബെഡ്റൂമിലേക്ക് വന്നു. അവര് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മൾ വെൽക്കം ചെയ്ത് ഓരോ സാധനങ്ങളൊക്കെ കാണിച്ചു തരുന്നത്. ഭയങ്കര ഹാപ്പി. ഇവിടെ ഈ അമ്മച്ചി മാത്രമാണ് താമസിക്കുന്നത്. അതിന്റെ മക്കളൊക്കെ വേറെ അപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. ബെഡ്റൂമെല്ലാം കണ്ടതിന് ശേഷം മക്കളുടെ ഫോട്ടോ അതെല്ലാം കാണിച്ചു. മോള് 2 മക്കളാണുള്ളത്. ആ 2 മക്കൾക്ക് 6 പേരക്കുട്ടികളുണ്ട്. ഇങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് അതിന്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു അമ്മച്ചിയും കൂടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ അമ്മച്ചീനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി വന്നതിന് ശേഷം വേറൊരു റൂം കാണിച്ചിട്ടാണ് നമ്മൾ വിളിച്ചിട്ട് പോയി. അതാണെങ്കിൽ അവരുടെ നേരെ സ്റ്റോർ റൂം ആയിരുന്നു കേട്ടോ. ആ സ്റ്റോർ റൂമിൽ അവർ പഴയ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതേപോലെ അവരുണ്ടാക്കുന്ന ജാമ്, വൈന് ഇങ്ങനെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്താണ് ഒരു അടിപൊളി ഒരു സ്റ്റോർ റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാക്കിയ ആ ജാമും ചീസും ഒക്കെയാണ് നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കഴിച്ചത്. ഇങ്ങനെയുള്ള ഹോം സ്റ്റേകൾ നമ്മൾ ചെല്ലുകയാണെങ്കിൽ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ഫുഡൊക്കെ നമുക്ക് കഴിക്കാനുള്ള ഒരു നല്ലൊരു ഭാഗ്യം കിട്ടും കേട്ടോ. ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ അമ്മച്ചിയോട് നമ്മുടെ രീതിയിൽ നമ്മൾ താങ്ക് യു പറഞ്ഞു. അത് ട്രാൻസ്ലേറ്റർ വഴിയാണ് നമുക്ക് കാണിച്ചു കൊടുത്തത്. ട്രാൻസ്ലേറ്റർ ടൈപ്പ് ചെയ്തിട്ട് കാണിച്ചു കൊടുത്തത്. അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ വീട്ടിലൊക്കെ ചെന്ന് ഒരാളാണെങ്കിൽ കൂടി നമ്മൾ ഒരുപാട് നാള് പരിചയമുള്ള ആൾക്കാരെ പോലുള്ള അത്രയ്ക്ക് നല്ല ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അമ്മച്ചോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ മത്ലൂബ വെയിറ്റ് മത്ലൂബ. ഓക്കെ see you next time. Okay thank you so much. Okay bye. WhatsApp. WhatsApp yeah okay okay. അപ്പൊ നമ്മുടെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇവിടെ ഒരു സ്നോരെ നടുക്കുള്ള ഹട്ടില് ആ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ നമ്മുടെ വണ്ടി ഇപ്പൊ പോകുന്നത് സ്നോ കൂടെ ഉണ്ടെന്ന് വെച്ചാൽ ആ റോഡും ആ പറമ്പും എല്ലായിടത്തും ഫുള്ള് സ്നോ നിറഞ്ഞേക്കാണ്. അപ്പൊ സ്നോന്റെ മേലെ കൂടിയാണ് നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നേരെ ഇങ്ങനെ പോവാണ്. നമ്മളിപ്പോ നേരെ അമ്മച്ചിയോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോവാണ്. അമ്മച്ചി നമ്മളെ നോക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. മനസ്സോടെ ആണെങ്കിൽ നമ്മൾ യാത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി അടുത്ത ദിവസം വേറൊരു സ്ഥലത്ത് പോകേണ്ടതല്ലേ. അപ്പൊ മനസ്സോടെ യാത്ര പറഞ്ഞിട്ട് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. അതൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ റോഡിലാണെങ്കിൽ നിറച്ച് മഞ്ഞ് തന്നെയായിരുന്നു. അവിടെ നിന്ന് നേരെ മെയിൻ റോട്ടിൽ വന്നപ്പോഴാണ് പിന്നെയും കുറച്ച് മഞ്ഞിന് ഇത്തിരി കുറവുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് ട്രക്കുകളൊക്കെ പോണ വഴി ആയതുകൊണ്ട് റോഡ് അത്യാവശ്യം ക്ലിയർ ആയിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷെ മൊത്തത്തിൽ ഒരു മൂടി കെട്ടിയൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അവിടെ. ഇറക്കുന്ന പേരുള്ളൊരു നദിയാണ് കേട്ടോ. അത് കാസ്ബെക്കിലെ ഒരു മെയിൻ ഒരു നദിയാണ്. അപ്പൊ അതിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. വടക്ക് കിഴക്കൻ ജോർജിയയിലെ മിഷ്കെത്ത മിറ്റിയാൻറ്റി മേഖലയിലെ ഒരു പട്ടണമാണ് സ്റ്റെഫാൻസ്മിൻഡ അഥവാ കാസ്ബെക്കി. ചരിത്രപരവും വംശീയവുമായ ഈ പട്ടണം ലേവി പ്രവിശ്യയുടെ ഭാഗവുമാണ്. കാസ്ബെക്കി മുനിസിപ്പാലിറ്റിയുടെ കേന്ദ്രവുമാണ്. സ്റ്റീഫൻ എന്ന ഓർത്തഡോക്സ് സന്യാസിയുടെ പേരിൽ നിന്നാണ് സ്റ്റെഫാൻസ്മിൻഡ എന്ന പേര് ലഭിച്ചത്. അദ്ദേഹം ഈ സ്ഥലത്ത് ഒരു ആശ്രമം നിർമ്മിച്ചു. കൂടാതെ പതിവ് ഹിമപാതത്തിന്റെ പ്രഭാവം ഒഴിവാക്കാൻ ആളുകളെ അല്പം തെക്കോട്ട് മാറാൻ ഉപദേശിക്കുകയും ചെയ്തു. ടിബ്ലിസിയുടെ വടക്ക് 157 കിലോമീറ്റർ അകലെ ടെറക് നദിയുടെ തീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. താരതമ്യേന തണുത്ത കാലാവസ്ഥയുള്ള ഈ സ്ഥലത്തിന്റെ എല്ലാ വശങ്ങളിലും വലിയ വലിയ പർവ്വതങ്ങളാണ്. ഫുള്ള് മഞ്ഞാണ്. ഈ മഞ്ഞിക്കോടെ നമ്മൾ ഡ്രൈവ് ചെയ്യണം. അവിടെ വന്നപ്പോൾ വിചാരിച്ചു പോലെ നമുക്ക് മഞ്ഞിക്കോടെ ഡ്രൈവ് ചെയ്തിട്ടില്ല. ഫുള്ള് നല്ല സ്നോഫോളാണ്. അതുകൊണ്ട് നമുക്ക് ഫുള്ള് മഞ്ഞാണ്. പതിവൊക്കെ ഡ്രൈവ് ചെയ്യണം. ഫസ്റ്റ് എക്സ്പീരിയൻസ് അടിപൊളി. ഇതാ നോക്കി ഫുള്ള് വൈറ്റ്. എവിടെ നോക്കിയാലും വൈറ്റ് കളർ മാത്രം. നല്ല അടിപൊളി എക്സ്പീരിയൻസ്. അടിപൊളി എക്സ്പീരിയൻസ്. നമ്മളിങ്ങനെ ഈ വഴി കൂടെ മുന്നോട്ട് പോകുമ്പോൾ മൊത്തത്തിൽ നമുക്കൊരു
ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീലാണ് കേട്ടോ നമുക്ക് കാണുന്നത്. എന്ന് വെച്ചാൽ എല്ലായിടത്തും ഇങ്ങനെ മഞ്ഞ് നിറഞ്ഞ് ആകെ വൈറ്റായി നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ മരങ്ങൾ തന്നെ മൊത്തത്തിൽ ഒരു ബ്ലാക്ക് കളറിലാണ് നിൽക്കുന്നത്. എന്താ വെച്ചാൽ മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീലാണ് കാണുന്നത് കേട്ടോ. പക്ഷെ എന്നാലും കാണാൻ നല്ല ഭംഗിയാണ്, നല്ല തണുപ്പാണ്. -3 ആണ് ഇപ്പോൾ കാസ്ബേക്കിലെ ടെമ്പറേച്ചർ കാണിക്കുന്നത്. ഒരുപാട് ഹെയർ പിന്നുകളുള്ള ഒരു വഴിയാണ് കേട്ടോ. എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു പർവ്വതത്തിൻ്റെ മേലെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു പള്ളി കാണാൻ പറ്റുന്നത്. ആ പള്ളിയിൽ എവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റായിട്ട് പോണ കാരണം നമുക്ക് അങ്ങനെ വലിയ ഒരു കാര്യങ്ങളൊന്നും നമുക്കറിയില്ലായിരുന്നു. നമ്മളിങ്ങനെ പോകുമ്പോൾ ഫുള്ള് മഞ്ഞാണ് കേട്ടോ, നല്ലപോലെ മഞ്ഞുണ്ട്. ആ മഞ്ഞിലാണ് നമ്മൾ പോകുന്നത്. രാവിലെ ഒരു 8:30-9 മണി സമയത്താണ് പോകുന്നത്. എന്നിട്ടാണ് നമുക്ക് ഇതേവരെ സൺറൈസ് ഒന്നും ആയിട്ടില്ല. മൊത്തത്തിലൊരു മൂടി കെട്ടിയൊരു അന്തരീക്ഷമാണ്. നമ്മൾ വന്ന വഴിയാണ് കാണുന്നത്. നമ്മുടെ വണ്ടി മാത്രമാണ് ഇവിടെ നിന്ന് വന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 4 വീലർ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ധൈര്യപ്പെട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്ര റിസ്ക് ആണ് ഫുള്ള്. പിന്നെ ചെയിനൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം സ്കിഡ് ആവണമെങ്കിൽ നമ്മൾ ചെയിനിട്ട് പോകണമെന്ന് വിചാരിക്കുന്നത്. അവിടെ ചർച്ച് മേലെ കാണുന്നുണ്ട്. അവിടെ ചർച്ചിലേക്ക് നമ്മൾ പോവാണ്. ഗാർഗത്തി ട്രിനിറ്റി ചർച്ചിൻ്റെ അവിടെ നിൽക്കുന്നത് നമ്മൾ പോകുന്ന വഴിയുണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഫുള്ള് സ്നോഫാളാണ്. -3 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് അവിടെ. നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരും ഈ പരിസരത്തില്ല. നമ്മൾ മാത്രം ഇത്തിരി റിസ്ക് എടുത്ത് വന്നതാണ്. വേറെ ഒന്നും കാണാനില്ല. ഫുള്ള് വൈറ്റ് അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, കൈയൊക്കെ ഇങ്ങനെ വരച്ചോണ്ടിരിക്കണം കേട്ടോ. നമ്മൾ മഞ്ഞുമല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? തണുപ്പുണ്ട്. കുഞ്ഞി എന്തല്ലേ സന്തോഷായില്ലേ? ജോർജിയയിലെ സ്റ്റെപ്പാൻസ്മിൻഡ ഗ്രാമത്തിനടുത്തുള്ള ഹോളി ട്രിനിറ്റി ചർച്ചിൻ്റെ പേരാണ് ഗാർഗത്തി ട്രിനിറ്റി ചർച്ച്. കാസ്ബെക്ക് പർവ്വതത്തിൻ്റെ കീഴിൽ 2170 മീറ്റർ ഉയരത്തിൽ ചക്കേരി നദിയുടെ വലതുകരയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ പള്ളി 14-ാം നൂറ്റാണ്ടിൽ ഒരു അജ്ഞാത വാസ്തുശില്പിയാണ് നിർമ്മിച്ചത്. കേവി പ്രവിശ്യയിലെ ഒരേ ഒരു ക്രോസ് കപ്പോള രീതിയിലുള്ള ഒരു പള്ളിയാണിത്. പ്രകൃതിയുടെ വിശാലതയിൽ ചുറ്റപ്പെട്ട കുത്തനെയുള്ള പർവ്വതത്തിന് മുകളിലുള്ള ഈ ഒറ്റപ്പെട്ട സ്ഥലം ജോർജിയയുടെ ഒരു പ്രതീകമാണെന്ന് 18-ാം നൂറ്റാണ്ടിലെ ജോർജിയൻ എഴുത്തുകാരനായ ഉഷ്തി ബറ്റൻഷിലി എഴുതിയിരുന്നു. യുദ്ധം ഉണ്ടായ സമയത്ത് സെന്റ് നിനോയുടെ ക്രോസ് ഉൾപ്പെടെ മിഷ്കേത്ത പള്ളിയിൽ നിന്നുള്ള വിലയേറിയ പല വസ്തുക്കളും കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്നത് ഈ പള്ളിയിലാണ്. പള്ളിയും ഒരു മണിഗോപുരവും ചുറ്റുമതിലും ഉൾപ്പെടുന്നതാണ് ഈ പള്ളി കോമ്പൗണ്ട്. 3 ചതുരാകൃതിയിലുള്ളതും വൃത്താകൃതിയിലുള്ളതുമായ കൈകളും തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും 2 പ്രവേശന കവാടങ്ങളുമുള്ള ഒരു ക്രോസിൻ സ്ക്വയർ മാതൃകയിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളുള്ളത് കാസ്ബേയിലുള്ള ഗാർഗത്തി ട്രിനിറ്റി ചർച്ചിന്റെ മേലുണ്ട്. വലിയൊരു മലയുടെ മഞ്ഞുമലയുടെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ നമുക്ക് ചർച്ച കാണാൻ പറ്റുന്നത്. ഫുള്ള് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഫുള്ള് ഇങ്ങനെ മഞ്ഞാണ്. നമുക്ക് പുറത്തേക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഫുള്ള് വൈറ്റ് ആണ് കാണുന്നത്. അടുക്കൊരു ചെറിയൊരു ചർച്ച്, നല്ലപോലെ മഞ്ഞ് പെയ്യുന്നുണ്ട്. നല്ല തണുപ്പാണ്. അതുകൊണ്ട് പെട്ടെന്ന് പള്ളിയിലെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോകും. അത്യാവശ്യം നല്ലപോലെ മഞ്ഞ് ഉള്ളൊരു റോഡായിരുന്നു. അങ്ങനെ കുറച്ചങ്ങനെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഒന്ന് ചെറിയ രീതിയിൽ സ്ലിപ്പായി കേട്ടോ. ആ സ്ലിപ്പായി കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ചെയിൻ ഇടാൻ വേണ്ടി നിർത്താൻ വിചാരിച്ചു കഴിഞ്ഞാലും പക്ഷെ അത് ചെയിൻ ഇടാൻ വേണ്ടി നിർത്താൻ ഇങ്ങനെ പറ്റിയില്ല. അങ്ങനെ കുറച്ച് ദൂരം അങ്ങനെ സ്ലിപ്പായി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എന്നാലും നമ്മൾ കുറച്ചങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആ വണ്ടി സൈഡിൽ മഞ്ഞിൽ നമുക്കത് നിർത്താൻ നമുക്ക് സാധിച്ചു. അങ്ങനെ നമ്മൾ അവിടുന്ന് നമ്മുടെ വണ്ടിയിൽ ഉള്ള ചെയിൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ നിർത്തി. ഇനിയിപ്പോൾ ചെയിൻ ഇട്ടാലാണ് നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളത്. എന്ന് വെച്ചാൽ മൊത്തത്തിൽ മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന ഈ റോഡാണ്. അതുകൊണ്ട് വണ്ടി ടയറെല്ലാം നല്ല രീതിയിൽ സ്ലിപ്പായി പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഒരുപാട് ഹെയർ പിൻ വഴികൾ താഴ്ചയ്ക്ക് ഇറങ്ങാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ചെയിൻ ഇടാൻ വേണ്ടിയുള്ള പരിപാടി ആരംഭിച്ചു. നമ്മുടെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് ചെയിൻ ഇടാന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. ടൈം ചെയ്യുമ്പോൾ കുറച്ച് ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അത് കറക്റ്റാണ്. നമ്മൾ ടൈറ്റായിട്ട് ഇടണം. അപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തപ്പോൾ എനിക്കത് പറ്റണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ വന്ന 2 ജോർജിയക്കാരുടെ അടുത്ത് നമ്മൾ ഹെൽപ്പ് ചോദിച്ചപ്പോൾ അവർ നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. റെഡ് കാറ് മേലെ നിന്ന് നമ്മൾ വന്ന പോലെ തന്നെ സ്ലിപ്പായി വന്നിട്ട് നമ്മുടെ വണ്ടിയിൽ നിന്ന് തട്ടി കഴിഞ്ഞിട്ട് അത് മുന്നോട്ട് ഇങ്ങനെ പോയി. അവർക്ക് ഇതേപോലെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല.
I couldn't have stopped the car. Is the rent car? രണ്ട് വണ്ടികളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡാമേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കാൻ തീരുമാനിച്ച്. അപ്പോൾ പോലീസിനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർ ലൊക്കേഷനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പോലീസ് വന്നു. ആ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറുടെ മിസ്റ്റേക്ക് ആയതുകൊണ്ട് അവനൊരു 250 ജെല്ല് ഫൈൻ വരും. നമുക്കാണെങ്കിൽ വേറെ ഫൈനോ കാര്യങ്ങളൊന്നുമില്ല. പോലീസൊക്കെ വന്ന് നമ്മുടെ ആക്സിഡൻറ്റിൻ്റെ പേപ്പറെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മൾ താഴത്തോട്ട് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള മഞ്ഞമലയിലേക്ക് വരുന്നത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നില്ലെങ്കിൽ അത് വിൻ്റർ ടയർ ആയിരിക്കണം. അത് സ്പെഷ്യൽ ഒരു വിൻ്റർ ടയർ വരുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല കട്ടിയിലുള്ള ചെയിൻ വേണം. ആ ചെയിൻ ഇട്ടാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള മഞ്ഞ് കൂടുതലുള്ള ഏരിയയിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വണ്ടി നമ്മൾ ഏകദേശം വെള്ളത്തിൽ കൂടെ ഒഴുകണ പോലെ നമ്മൾ സ്ലിപ്പായിട്ട് അങ്ങനെ പോകും. അങ്ങനെ പോകുന്നത് വലിയൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇനിയുള്ള ആരെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അവിടെ നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ റോഡിലെ മഞ്ഞെല്ലാം ഏകദേശം ഉരുകി പോയിരുന്നിട്ട് എന്താ വെച്ചാൽ രാവിലെ പെയ്ത മഞ്ഞായതുകൊണ്ട് ഏകദേശം ഉച്ചയ്ക്ക് ആ വെയിലൊക്കെ അടിക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് ഉരുകി പോകണ്ടായിരുന്നു. അതുകൊണ്ട് റോഡെല്ലാം നല്ല നീറ്റായിരുന്നു. അതുകൊണ്ട് പിന്നീട് നമുക്ക് അങ്ങനെ മഞ്ഞിൻ്റെതായ ഒരു വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ലായിരുന്നു. രാവിലെ വന്നപ്പോൾ നല്ല മഞ്ഞായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒന്ന് പുറത്തേക്ക് കാര്യമായ കാഴ്ചകളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ താഴെ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ മേലേക്ക് നോക്കുമ്പോഴാണ് ശരിക്കും ആ ഗാർഗത്തി മലയുടെയും അതേപോലെ ആ മലയുടെ മുകളിലുള്ള പള്ളിയിലേക്ക് ഒരു നല്ലൊരു അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത്. മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന വലിയ വലിയ ഈ പർവ്വതങ്ങൾക്കിടയിലുള്ള കാസ്ബെക്കി സിറ്റിയുടെ ഒരു അതിമനോഹരമായ ഒരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായി ഒരു ലോക്കൽ ടാക്സി സ്റ്റാൻഡ് ഉണ്ട്. അവിടെ നമ്മൾക്ക് വണ്ടി റെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ ഈ ഗാർഗത്തി മലയുടെ മേലെ പോയിട്ട് വരാനുള്ള ഒരു ഓപ്ഷനും കൂടി അവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനായ ഗാർഗത്തി ചർച്ചിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിനി അടുത്തൊരു ലൊക്കേഷനായ ജൂത്ത വില്ലേജ് ലക്ഷ്യമാക്കി നമ്മളിങ്ങനെ പോകണം കേട്ടോ. അങ്ങനെ പോകുമ്പോൾ നമുക്ക് റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരുപാട് കുതിരകൾ മേഞ്ഞ് നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി ആ പരിസരത്തേക്ക് നമ്മൾ പോകാൻ കേട്ടോ. മഞ്ഞ് പൊതിച്ച് കിടക്കണ ഈ ഒരു ഏരിയ ആണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. നോക്കിക്കാണാം മഞ്ഞും അതുപോലെ ഈ മലനിരകളും താഴ്വരയും കുതിരകളും എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ. അപ്പോൾ ഇവിടെ നല്ലൊരു സ്ഥലം കണ്ടുകൊണ്ട് ഇറങ്ങിയതാണ്. ഇവിടെ നമുക്ക് അടുത്ത കുറച്ചും കൂടി ഒരു 12 കിലോമീറ്റർ കൂടി ഉണ്ട് ജൂട്ടയ്ക്ക്. അപ്പം നമുക്ക് ജൂട്ട പോയിട്ട് അടുത്ത കാഴ്ച കാണാം. ഓക്കെ. നമ്മൾ ഈ ജൂത്ത വില്ലേജിലേക്കുള്ള റോഡിലേക്ക് കടക്കുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. എന്താ വെച്ചാൽ ഫുള്ളും ചുറ്റിലും നമുക്ക് വലിയ വലിയ മലകളും അതിലിങ്ങനെ മഞ്ഞ് നിറഞ്ഞു കിടക്കുന്നത്, അതുപോലെ അതിൻ്റെ താഴെ ഉള്ള പുൽമേടുകൾ, അതിലിങ്ങനെ കുതിരകൾ മേയുന്നത്, അങ്ങനെ ഉള്ള നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ അവിടെ കാണാൻ പറ്റുന്നത്. അതേപോലെ അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ചെറിയ വീടുകൾ, അവിടെയുള്ള കുറേ പശുക്കൾ, അങ്ങനെ നല്ല നല്ല ഗ്രാമക്കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ജൂത്ത ഏരിയയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയൊരു ഗ്രാമപ്രദേശങ്ങൾക്ക് കൂടെയാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ പശു വളർത്തലും അതുപോലെ കുതിരേനെ വളർത്തലും അങ്ങനെ ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഗ്രാമീണരാണ്. അപ്പോൾ അവർ ആ ചെറിയ ചെറിയ വീടുകളുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അതേപോലെ തന്നെ ആ മഞ്ഞ് പൊതിച്ച് നിൽക്കുന്ന മലകളിലേക്ക് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഈ കാണുന്ന ഏരിയയിൽ മൊത്തം മഞ്ഞ് പെയ്ത് രാവിലെ മഞ്ഞ് മൂടി കിടക്കേണ്ട സ്ഥലങ്ങളാണ്. ഒരു ഉച്ചയ്ക്ക് 2 ആയി. അതുകൊണ്ട് മഞ്ഞെല്ലാം ഉരുക്കി ഈ വെള്ളമായിക്കണം. ഇവിടെ താമസിക്കുന്നത് ഒരു സാധാരണക്കാരായ ഗ്രാമീണരാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ വലിയ വീടുകളൊന്നും കാണാൻ പറ്റില്ല, ചെറിയ ചെറിയ വീടുകളാണ്. അതേപോലെ ആ വീടിൻ്റെ ഭിത്തിയൊക്കെ അവർ പണിതേക്കുന്നത് ഇങ്ങനെയാണെന്ന് വെച്ചാൽ മരവും കല്ലും ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അവർ പണിതേക്കുന്നത്. എന്നുവെച്ചാൽ മരം ഇവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചുമര് പണിയാനായാലും മതിൽ പണിയാനായാലും ഒക്കെ മരം കൂടുതലായി യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. കുറച്ച് ദൂരം കൂടി ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ തന്നെ റോഡ് ആകെ മഞ്ഞ് മൂടി കിടക്കുന്ന കണ്ടു. അതുകൊണ്ട് നമ്മളിനി അധികം റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ച് നമ്മൾ ജൂത്തയ്ക്കുള്ള യാത്ര ഈ മറ്റൊരു അവസരത്തിലാവാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് അടുത്തൊരു ലൊക്കേഷനായ ജോർജിയ റഷ്യ ബോർഡർ ക്രോസിങ്ങിൻ്റെ അവിടേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ നമുക്കിനി കാസ്ബെക്കി വഴിയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. നമ്മളിവിടെ ഈ കാസ്ബെക്കിയിൽ വന്നിട്ട് ഇപ്പം നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റ് കാഴ്ച ഞാൻ കാണിച്ചിട്ടാ.
അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി, ഒരു രക്ഷയില്ല. പുതച്ച് നിൽക്കുന്ന ഈ കസ്കസ് പർവ്വതങ്ങളുടെ ചെരുവിൽ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ഈ റെസ്റ്റോറൻറ്റ്. അതേപോലെ തന്നെ രാവിലെ മഞ്ഞ് പെയ്തിട്ട് അതിൻ്റേതായ കാഴ്ചകളും അതേപോലെ ഈ റെസ്റ്റോറൻറ്റും അതിൻ്റെ അടുത്തുള്ള നല്ല കാണാൻ ഭയങ്കര അടിപൊളി മരങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ഒരു നല്ലൊരു വൈബായിരുന്നു കേട്ടോ അവിടെ. ഒരു ജോർജിയൻ റെസ്റ്റോറൻറ്റായി ഇവിടെ ജോർജിയൻ ഫുഡ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാലും നമ്മൾ ജോർജിയൻ ഫുഡ് ട്രൈ ചെയ്യാൻ വിചാരിച്ച് നമ്മൾ 2 ഐറ്റംസ് നമ്മളങ്ങനെ ഓർഡർ ചെയ്തു. ഈ റെസ്റ്റോറൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുമരുകൾ നമ്മൾ അലങ്കരിച്ചത് കറൻസി വെച്ചിട്ടാണ് കേട്ടോ. പല പല രാജ്യങ്ങളിലെ കറൻസി വെച്ചിട്ടാണ് ഈ വലിയ ഈ വാളുകളൊക്കെ അവർ ഡെക്കറേറ്റ് ചെയ്തത്. അതേപോലെ തന്നെ നല്ല വുഡ് കൊണ്ട് നിർമ്മിച്ചാണ്. നല്ലൊരു അടിപൊളി ഒരു റെസ്റ്റോറൻ്റ് ആയിട്ടാ, നല്ലൊരു വൈബാണ്. അതേപോലെ ആ ഫുഡും നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ലപോലെ എൻജോയ് ചെയ്താണ് നമ്മൾ ആ ഫുഡെല്ലാം കഴിച്ചത്. നമ്മൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ് നല്ലൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള, അധികം പ്രൈസും ഇല്ല, അങ്ങനെയുള്ള നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. നമ്മുടെ കാസ്പെക്ക് ഏരിയയിൽ പറയുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾക്ക് ഇനി നേരെ പോകുന്നത് ജോർജിയ റഷ്യ ബോർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ കാസ്പെക്കിലാണ് ഉള്ളത്. അപ്പൊ കാസ്പെക്കിൽ നിന്ന് ഒരു 1/2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റഷ്യ ബോർഡറിന്റെ അടുത്ത് പോകുന്നത്. നമുക്ക് പോയി നോക്കാനൊക്കെയാണ്. എന്താ വെച്ചാൽ അവിടെ ഒന്നും പറയാൻ പറ്റില്ല, മൊത്തം ട്രക്കുകളും കാര്യങ്ങളും. അവിടെ നോക്കിയാൽ അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. വലിയ 2 മലയുടെ ഇടയിലുള്ള കുറെ താഴ്വാരം കൊണ്ട് നല്ല വ്യൂ അടിപൊളിയാണ്. അതുപോലെ നമ്മളീ പോണ ഒരു ചുരം അടിപൊളിയാണ്. നമ്മൾ അങ്ങനെ ഏകദേശം ജോർജിയ റഷ്യ ബോർഡറിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ബോർഡറിൻ്റെ തൊട്ട് മുമ്പ് തന്നെ വലിയൊരു മലയെ തുറന്നുള്ള വലിയൊരു ടണലുണ്ട്. ആ ടണലാണ് ലാർസി ടണൽ. ഈ ടണലാണ് ജോർജിയ റഷ്യ ബോർഡറിലേക്ക് പോകുന്ന മെയിൻ ഒരു വഴി എന്ന് പറയുന്നത്. ഈ മലയ്ക്ക് അപ്പുറം റഷ്യയുടെ ബോർഡറാണ്. 2010 മാർച്ച് 1 ഈ ബോർഡർ ക്രോസിങ് ഓപ്പൺ ആയത്. കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ തന്നെ ആകെ ഒരു മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമായിരുന്നു. അതേപോലെ കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഈ ട്രക്കുകളുടെ ഒരു വലിയൊരു ക്യൂ ആണ് നമുക്കവിടെ കാണാൻ പറ്റിയത്. അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ തന്നെ റഷ്യൻ ബോർഡർ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് നമ്മുടെ അടുത്തൊരു ലൊക്കേഷനായ ഗുദാവരി സ്കീ റിസോർട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. ജോർജിയ വിസിറ്റ് ചെയ്യുന്ന ഓരോ ആൾക്കാരും മസ്റ്റായി കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി ഒരു ലൊക്കേഷനാണ് റഷ്യ ജോർജിയ ഫ്രണ്ട്ഷിപ്പ് മോണുമെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്മാരകം. ഈ സ്മാരകത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. സോവിയറ്റ് ജോർജിയയും സോവിയറ്റ് റഷ്യയും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഓർമ്മയ്ക്കായി 1983 നിർമ്മിച്ച ഒരു സ്മാരകമാണ് റഷ്യ ജോർജിയ ഫ്രണ്ട്ഷിപ്പ് മോണുമെൻറ്റ്. കോക്കസസ് പർവ്വതനിരകളിലെ ഡെവിൾസ് വാലിക്ക് അഭിമുഖമായി ഒരു വലിയ വൃത്താകൃതിയിലുള്ള ഒരു ചുമർ ചിത്രപണികളുള്ള ഒരു സ്മാരകമാണ് റഷ്യ ജോർജിയ ഫ്രണ്ട്ഷിപ്പ് മോണുമെൻറ്റ്. ഇതിൽ ജോർജിയയുടെയും റഷ്യയുടെയും ചരിത്രത്തിൻ്റെ ദൃശ്യങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ജോർജിയ മിലിറ്ററി ഹൈവേയിൽ സ്കീ റിസോർട്ട് പട്ടണമായ ഗുദാവരിക്കും ജ്വാരി ചുരത്തിനും ഇടയിലാണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മള് താമസിക്കുന്ന ഏരിയയിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. അതിന്റെ ഒരു കാഴ്ചയാണ് കാണുന്നത്. മൊത്തം ഐസാണ്. ഹോട്ടൽ അപ്പാർട്ട്മെന്റിന്റെ അവിടേക്ക് എത്താറായിട്ടോ. വണ്ടി എവിടേക്കും സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ചെക്ക് ഇൻ ചെയ്യാം. നമ്മളിപ്പോ ഗുദാവരിയിൽ എത്തിയിട്ടാ. ഗുദാവരിയിൽ വന്നിട്ട് ഇപ്പൊ നമ്മള് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ കാണുന്നതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. ന്യൂ ഗുദാവരി റിസോർട്ട് സ്പാ അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓക്കെ. ഇതാണ് കേട്ടോ നമുക്കുള്ള അപ്പാർട്ട്മെന്റ്. അല്ല, ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്. ലൈബ്രറിയിൽ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു TV കാണാം, ഒരു ഫോൾഡിങ് ബെഡ്, അതേപോലെ ഒരു സോഫ, അതേപോലെ ഒരു ഡബിൾ ബെഡ് കേട്ടോ. ഇത്ര ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കിടക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓവൻ ഉണ്ട്. നമുക്കിവിടെ കുക്കിന് വേണ്ടിയിട്ടൊരു സ്റ്റവ്, വാഷ് ബേസിൻ, പിന്നെ ഫുഡ്, എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടോ. നല്ല റൂമാണ്, നല്ല അടിപൊളി ഒരു റൂമാണ്. വാഷ്റൂമും നല്ലൊരു അടിപൊളി വാഷ്റൂമായിരുന്നു. അതേപോലെ അവിടെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകേണ്ട നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഗുദാവരിയിലാണ്. -5 ആണ് നമുക്ക് പുറത്തുള്ള ടെമ്പറേച്ചർ. ആ ബിൽഡിങ്ങിൽ അവിടെ കാണുന്നതാണ് സൂപ്പർ മാർക്കറ്റ്. നമ്മുടെ വണ്ടി ഒന്നിട്ട് കിടക്കണേ കാണും. നമ്മുടെ വണ്ടി കിടക്കണം. ആകെ കച്ചറയുണ്ട് വണ്ടി. എനിക്ക് ഇവിടെ ഇപ്പൊ അധികം വണ്ടികളൊന്നും ഇല്ല. ആരും ഇപ്പൊ കാണുന്നില്ല കേട്ടോ. ഇവിടെ കുറച്ച് വണ്ടികളുള്ള എല്ലാവരും അകത്താണ്, ആരും പുറത്തില്ല. നൈറ്റ് വ്യൂ ആണ് ഇവിടുത്തെ ഗുദാവരിയിലെ. നാളെ ഇവിടെ സ്കീയുടെ ആക്ടിവിറ്റീസ് ഒക്കെ തുടങ്ങുന്ന പറയണേ. ഇവിടെ നോക്കിക്കണ്ട ഇത്ര കട്ടില്ല മഞ്ഞൊക്കെ നോക്കി.
കാണുന്ന സൂപ്പർ മാർക്കറ്റിൽ പോകാം. നല്ല മഞ്ഞാണല്ലോ, എത്ര തെക്കിനസിലെ മഞ്ഞാണ്. മഞ്ഞ് വാരി കളിക്കുന്നത്. ഇത്രയധികം മഞ്ഞിൽ പോയിട്ടും മതിയായില്ല, മഞ്ഞ് വാരിയിട്ട് മതിയായില്ല അല്ലേ. ഈ ഒരു ഷോപ്പിൻ്റെ അവിടെ മഞ്ഞിങ്ങനെ കോരി കളഞ്ഞുകൊണ്ടിരിക്കുക. സൂപ്പർ മാർക്കറ്റ് ഇതാണ്, ഓപ്പണാണ്. ഫുള്ള് തണുപ്പല്ല, അതൊരു വൈൻ്റെ ഒരു മെയിൻ ഏരിയ ആണ് കേട്ടോ. ഫുള്ള് വൈനാണത്, വൈനും കള്ളും എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ. എന്തെങ്കിലും തിന്നാൻ വാങ്ങിയത്, തിന്നാൻ വാങ്ങിയത് ആ കാര്യമായിട്ട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ചിപ്സ് അങ്ങനെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ബ്രെഡ് ഉണ്ട് കേട്ടോ. ആ മഞ്ഞ് ഇങ്ങനെ ഒരുക്കി ഒരുക്കി വന്നപ്പോൾ ഐസായി. ഐസ് ഇങ്ങനെ ഒരുക്കി ഒരുക്കി വെള്ളമായി കൊണ്ടിരിക്കും. നമ്മളങ്ങനെ ഇവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് റൂമിൽ പോകണം കേട്ടോ. കുറച്ച് ചിപ്സും അങ്ങനെ കുറച്ച് മുട്ടയൊക്കെ വാങ്ങിച്ചു. അവിടെ അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ ബോയിൽ ചെയ്ത് കഴിക്കാം. അതുപോലെ ചിപ്സ്, പിന്നെ അവിടെ ചായ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിക്കാൻ നമുക്ക് സുഖമായിട്ട്. അപ്പാർട്ട്മെൻറ്റ് എടുക്കണമെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സ്റ്റൗ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാം. അവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരണം, വാങ്ങിച്ചാൽ മതി. ന്യൂ ഗോദാവരി റിസോർട്ട് സ്പാ ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബിൽഡിങ്ങിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഫുള്ള് നമ്മുടെ ഈ ആക്ടിവിറ്റീസൊക്കെ നടക്കണത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഞങ്ങളോട് അവസാനിപ്പിക്കാനാണ്. ഇനി ബാക്കി വിശേഷമൊക്കെ നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനി നാളെ കാണാം. ഓക്കെ, ഇനി ഗോദാവരിയിലെ സ്നോ ആക്ടിവിറ്റീസ് നമുക്ക് നാളെ ട്രൈ ചെയ്യാം. ഓക്കെ, ഇനി നാളെ കാണാം. ബൈ.